പോലെ 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 നിങ്ങൾ ഇതുപോലെ ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണോ? എങ്കിൽ കുറെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഈ ഡാൻസ് കളിക്കുന്നവർക്ക്. ഇതുപോലെ ഡാൻസ് കളിച്ചാലും നല്ല രീതിയിൽ ഡാൻസ് കളിച്ചാലും ആദ്യം വരുന്ന ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ? ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് കോർഡിനേഷൻ. ഈ കോർഡിനേഷൻ നമുക്ക് കിട്ടുന്നത് ഈ ഡാൻസിലൂടെ വളരെ വലിയൊരു കാര്യമാണ്. നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ഏത് പ്രായക്കാർക്കും കളിക്കാൻ പറ്റുന്നതാണെന്നേ. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർ മുതൽ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ കളിക്കുമ്പോഴത്തേക്കിന് ഈ ഡാൻസിലെ സ്റ്റെപ്പുകളൊക്കെ ഓർത്തിരിക്കുക, മെമ്മറി പവർ അത് വളരെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. മൂന്നെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്സ്, അതുപോലെ തന്നെ പാർക്കിൻസൺസ് എന്നീ അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര റിലീഫ് കിട്ടാനായിട്ട് ഈ ഡാൻസ് വളരെ വലിയൊരു ഉപാധിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന എപ്പോഴൊക്കെയാണ്? നമ്മുടെ കൂട്ടുകാരുടെ കൂടെ, ബന്ധുക്കളുടെ കൂടെ, അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ, നമുക്ക് കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. പക്ഷേ ഈ ഡാൻസ് കളിക്കുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഈ ഡാൻസ് എന്ന് പറയുന്ന ഒരു ഫൺ എലമെന്റ് ആണെങ്കിലും എക്സസൈസ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുന്നു. ഇതിനൊക്കെ അപ്പുറം മസിൽസിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതായത് വളരെ വണ്ണമുള്ള ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ കാണാറുണ്ടാവും പല ആൾക്കാരും പ്രായഭേദമന്യേ ഈ ഡാൻസ് കളിക്കുന്നത്. അവർക്കൊക്കെ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുണ്ടാവും. വണ്ണമുള്ള ആൾക്കാർ ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിശയിച്ച് നിന്നിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഇങ്ങനെ പറ്റുമോ? നമുക്ക് പോലും ചിലപ്പോൾ പറ്റാത്ത കാര്യം അവരെ കൊണ്ട് പറ്റുന്നുണ്ട്. അത് ഈ ഒരു മസിൽസിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ഡാൻസിലൂടെ കിട്ടുന്നത്. രണ്ടാമത്തത് ബോൺസിന്റെ, അതായത് ജോയിന്റ്സിന്റെ പെയിൻസ്. നമുക്ക് ഈ ജോയിന്റ്സിലൊക്കെ ഉണ്ടാകുന്ന പെയിൻസ് ഒക്കെ മാറി കിട്ടാനായിട്ട് ഡാൻസ് വളരെ വലിയൊരു ഉപാധിയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഡാൻസ് എന്ന് പറയുന്ന കാര്യം മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇനി ആരൊക്കെ പറഞ്ഞാലും വീട്ടിലുള്ളവരുടെ കൂടെയും നാട്ടിലുള്ളവരുടെ കൂടെയും നാട്ടുകാരുടെ കൂടെ ഒന്നുമല്ല, അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒക്കെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡാൻസ് കളിക്കണം. അതിനൊക്കെ അപ്പുറം നമുക്കിതൊരു മാനസികമായിട്ട് വളരെ വലിയൊരു ഉന്മേഷം തരുന്ന, ഒരു ഉത്സാഹം തരുന്ന ഒരു സംഭവമാണ് ഡാൻസ് എന്ന് പറയുന്നത്. കാരണം പല പല പാർട്ടീസിലും ഷോസിലും ഒക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കിനും അവിടെ ആൾക്കാർ അറുമാതിച്ച് ഡാൻസ് കളിക്കുക. അവർക്ക് സ്റ്റെപ്പൊന്നും അറിയത്തില്ല, പക്ഷെ ആ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടല്ലോ. ഒരുപാട് സമയം നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആൾക്കാർ കുറച്ചൊന്ന് സ്ട്രെസ് റിലീഫ് ആകാനായിട്ട് ഇവർ ഇപ്പോൾ ഷോസിനോ കാര്യങ്ങൾക്കൊക്കെ പോകും. അവിടെ പോയി ഒന്ന് അറുമാതിച്ച് ഒന്ന് ഡാൻസ് കളിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, മൈൻഡും എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബെനിഫിറ്റുകൾ ഈ ഒരു ഡാൻസിൽ നിന്ന് കിട്ടുമ്പോൾ ഡാൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇനി പ്രായഭേദമന്യേ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിച്ചു തന്നെ ആവണം. അപ്പൊ എല്ലാവർക്കും മോർണിംഗ് ഡ്രൈവിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് RJ ജോബി.